നമസ്കാരം. എല്ല് തേയ്മാനം അഥവാ ഓസ്റ്റിയോപോറോസിസ് ഇത് സാധാരണയായി കേൾക്കുന്ന ഒരു വാക്കാണല്ലോ നിങ്ങൾ. എവിടെ പോയാലും ഇപ്പം എക്സ്റേ എടുക്കുമ്പം എല്ലാവരും പറയും എല്ല് തേയ്മാനമുണ്ട് എന്ന് കേൾക്കാറില്ലേ? പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. കൊച്ചു കുട്ടികൾക്ക് പോലും എല്ല് തേയ്മാനം സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം കുറയുന്നതല്ല. കാൽസ്യം എല്ലിനകത്തേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ അതിനോടൊപ്പം 12 തരം മിനറൽസും 64 ട്രേസ് എലിമെന്റ്സും വേണമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും കുറച്ച് കാൽസ്യം, അതുകൊണ്ട് തന്നെ കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചാൽ എല്ലിന് ആരോഗ്യം വരുമെന്നുള്ള മിഥ്യാധാരണ വെറുതെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പല ഫാക്ടേഴ്സ് ഈ എല്ല് തേയ്മാനത്തിന് കാരണമാകാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോഷകങ്ങളുടെ അഭാവം തന്നെയാണ്. പോഷകങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കാൽസ്യത്തിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ കാൽസ്യം എല്ലിലേക്ക് കയറുകയുള്ളൂ. നമ്പർ 1 വൈറ്റമിൻ ഡി, അതുപോലെ തന്നെ മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും, അതോടൊപ്പം വൈറ്റമിൻ കെ, വൈറ്റമിൻ K2 അല്ല, വൈറ്റമിൻ കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ എല്ലിന് കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വൈറ്റമിൻ കെയും വൈറ്റമിൻ K2 ഉണ്ട് കേട്ടോ. 2 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഭക്ഷണങ്ങളിൽ ഇതെല്ലാം തന്നെ അടങ്ങത്തില്ല. 12 മിനറൽസ് ഉണ്ടോ? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 12 മിനറൽസും ഉള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ അടുക്കളയിലിരിക്കുന്ന സാധാരണയുള്ള കറിയുപ്പ്. കറിയുപ്പ് എന്ന് പറയുമ്പോൾ പൊടിയുപ്പല്ല. പൊടിയുപ്പ് കെമിക്കൽ അടങ്ങിയ പൊടിയുപ്പല്ല, റിഫൈൻ സോൾട്ട് അല്ല, അല്ലാതെ കടലുപ്പ്, സീ സോൾട്ട്, ഓർഗാനിക് സീ സോൾട്ട്. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾ ഓർഗാനിക് സീ സോൾട്ട്, പ്രത്യേകിച്ചും തൈറോയ്ഡ് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഓർഗാനിക് സീ സോൾട്ട് കഴിക്കണമെന്ന്. ഓർഗാനിക് സീ സോൾട്ട് എന്ന് പറയുന്നത് സാധാരണ ഉള്ള കടലുപ്പ്. പണ്ട് അതായിരുന്നല്ലോ ഇവിടെ. അതൊക്കെ പോയിട്ട് ഇപ്പം ഈ പൊടിയുപ്പ് വന്നാണല്ലോ ഈ കൂടുതലായിട്ട് ഇപ്പം തൈറോയ്ഡ് പ്രോബ്ലംസ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് പൊടിയുപ്പിൽ നിന്ന് കറിയുപ്പിലേക്ക് അല്ലെങ്കിൽ കടലുപ്പിലേക്ക് നിങ്ങൾ മാറേണ്ട കാലം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈ മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് അതിനകത്തുണ്ട്. കാൽസ്യം ഇപ്പൊ പറഞ്ഞത്, മഗ്നീഷ്യം, വൈറ്റമിൻ D3, അതുപോലെ തന്നെ വൈറ്റമിൻ കെ, വൈറ്റമിൻ K2. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മാംഗനീസ്, മഗ്നീഷ്യം, മോളിബ്ഡിനം, സോഡിയം ക്ലോറൈഡ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇങ്ങനെ ഒരു 12 തരം മിനറൽസ് നമ്മുടെ ശരീരത്തിന് വേണം. ശരീരത്തിന് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു എല്ലിന്റെ ഫോർമേഷൻ, എല്ലിന്റെ രൂപീകരണത്തിന് വേണം. അപ്പൊ അതെല്ലാം തന്നെയും നമുക്ക് പല രീതിയിലുള്ള ഭക്ഷണത്തിൽ കൂടെ തന്നെ കിട്ടണം. ഭക്ഷണം അത് വളരെയധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയ ഈ പറഞ്ഞ ട്രേസ് എലിമെന്റ്സും 64 ട്രേസ് എലിമെന്റ്സും 12 തരം മിനറൽസും അടങ്ങിയ കുറേ ഭക്ഷണ സാധനങ്ങളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിലൂടെ നമുക്കൊരു നല്ല സ്നാക്കും കഴിക്കാം. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലുള്ള സ്നാക്കുകൾ, എന്നാലും കുറച്ച് വ്യത്യസ്തമായതാണ് ഇന്നത്തത്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ചേരുവകളെന്നും നമുക്ക് നോക്കാം. എല്ല് തേയ്മാനം മാറ്റാൻ സഹായകരമായ ഒരു നല്ല സ്നാക്കാണിത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചേരുവകളോ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന മിക്കവാറും എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് എള്ളാണ്. എള്ളിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് എല്ലാ തരം മിനറൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം പ്രോട്ടീനുണ്ട്, ഫൈബറുണ്ട്, ഈ നല്ല കൊളസ്ട്രോൾ ഉണ്ട്. രണ്ടാമത്തത് നമ്മളുടെ ഈ സ്നാക്കിന്റെ ചേരുവ എന്ന് പറയുന്നത് റാഗി വറുത്ത് പൊടിച്ച റാഗിപ്പൊടിയാണ്. ഇത് അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ കലവറയാണ്. ഏകദേശം നമ്മുടെ പശുവിൻ പാലിനോട് അതിനേക്കാൾ കൂടുതലായിട്ട് കാൽസ്യം കണ്ടന്റ് ഈ റാഗിക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രോട്ടീൻ ആണെങ്കിലും വളരെ കൂടുതൽ, അയൺ, ഇരുമ്പിന്റെ അംശം, മാംഗനീസ്, മഗ്നീഷ്യം ഇവയൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു 12 മിനറൽസ് ഇല്ലേ, അത് ഏകദേശം ഇതിന് രണ്ടിനകത്തും ഏകദേശം അടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിന് രണ്ടിനെയും കൂടുതലായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ്
പ്രൂൺസ് എന്ന് പറയുന്ന പ്ലംസ് ഇല്ലേ, പ്ലംസ് ഉണക്കി വെച്ചിരിക്കുന്നതാണ് പ്രൂൺസ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട എന്തെന്നറിയാവോ, മറ്റുള്ളതിലൊന്നും അടങ്ങിയില്ലാത്ത ബോറോൺ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും നല്ല ഒരു അവശ്യ ഘടകമാണ് നമ്മുടെ എല്ലിന്റെ ഫോർമേഷന്. അപ്പൊ അത് ഇതിനകത്ത് വളരെയധികമുണ്ട്. അതാണ് ഞാൻ ഇത് കൂടുതലായിട്ട് എടുത്തത്. അപ്പം ഇതിനകത്ത് ഒരു 5 10 കഴിച്ചാൽ മതിയാവും ഒരു ദിവസം. മിനിമം 5 ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ നമുക്ക് എല്ലിന് ആവശ്യമായ ബോറോൺ കിട്ടും. പിന്നെ നമ്മളിപ്പോ ഇതൊരു നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അതിനോടൊപ്പം ഇത് ചേർത്ത് തയ്യാറാക്കിയാൽ മതിയാവും. പിന്നെ അതുപോലെ ബദാമുണ്ട്. ബദാമും ഇതിന് വേണ്ട നമ്മുടെ എല്ലിന്റെ ആവശ്യത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. കപ്പലണ്ടിയിലുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സും. ഡേറ്റ്സ്, കപ്പലണ്ടി, ബദാം, അതുപോലെ ഫ്രൂട്ട്സ്, റോസ്റ്റ് ചെയ്ത റാഗി പൗഡർ, അതുപോലെ തന്നെ എള്ളും മൂപ്പിച്ചെടുത്തതാണ്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത്രയുമാണ് നമ്മുടെ ചേരുവകൾ. തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിടുക, പൊടിക്കുക. എന്നിട്ട് ഈ വെർജിൻ ഓയിലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, ഷുഗർ പേഷ്യൻസ് അല്ലാത്തവർക്ക്, അമിതവണ്ണമില്ലാത്തവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത്, ഫാറ്റി ലിവറും ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായും ഫാറ്റി ലിവർ ഗ്രേഡ് 2 പോയി കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പാടില്ല. ഗ്രേഡ് 1 ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, കൊടുക്കാം, ഒരെണ്ണമൊക്കെ കൊടുക്കാം. കുട്ടികൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. പിന്നെ ഒബീസിറ്റിയും ഇതുപോലെ ഡയബറ്റിക്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ശർക്കര ചേർക്കാൻ പാടില്ല. കുട്ടികൾക്കാകുമ്പോൾ ശർക്കര ആവട്ടെ തേങ്ങ ആവട്ടെ ഒക്കെ ചേർത്തിട്ട് കുറച്ചുകൂടെ രുചികരമാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ എള്ളുണ്ടയാണിത്. ഈ എള്ളുണ്ട തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ നിങ്ങൾ തയ്യാറാക്കുന്നത് പോലെയല്ല. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ വേണം എള്ളുണ്ട തയ്യാറാക്കാൻ. അപ്പോഴാ നിങ്ങൾ ഒരു എള്ളുണ്ട കൊണ്ട് തന്നെ വയറ് നിറയുകയും ഏകദേശം നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് വളരെ ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ എങ്ങനെയുണ്ടെന്നോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല രുചിയുണ്ട് കേട്ടോ. വീണ്ടും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പം കഴിക്കും. സൂപ്പർ ടേസ്റ്റാണ്. അറ്റ് ദ സെയിം ടൈം അബ്സല്യൂട്ട്ലി ഹെൽത്തിയാണ്. നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഇത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഫ്രിഡ്ജിൽ തയ്യാറാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഞാൻ യൂഷ്വലി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ദിവസം വെച്ച് കഴിക്കുകയാണ്. അത് പെട്ടെന്നൊന്നും ചീത്തയാവത്തുമില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തു വിടാനോ കുറെ ദൂര സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഈ ചേരുവെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിക്കാം. തേങ്ങ ചേർക്കാം, ശർക്കര ചേർക്കാം. അതൊക്കെ ഇതിനോടൊപ്പം ആഡ് ഓൺ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയും ഓപ്ഷൻസ് ഉണ്ട്. അമിതവണ്ണമുള്ളവര്, പ്രമേഹമുള്ളവര്, അങ്ങനെ അമിതവണ്ണമുള്ളവർക്ക് എല്ല് തേയ്മാനത്തിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ വണ്ണം ഉണ്ടാവാനൊരു സാധ്യതയും കൂടി ഉണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. കാരണം ഹൈ കലോറിയാണ്. എല്ലാം കലോറിഫിക് വാല്യൂവിൽ വളരെ മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ പോകണം. പലരും ചോദിക്കും ഞങ്ങൾക്ക് കഴിക്കാവോ മാഡം, ഞങ്ങൾക്ക് കഴിക്കാവോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുവാണ്, അതൊന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതായിരിക്കും അങ്ങനെയുള്ളവര്. ഇനി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കഴിക്കരുതെന്നൊന്നുമല്ല, കുറച്ച് കഴിക്കാം. അതിന് ഒരു ലിമിറ്റ് വേണം എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.